ഹലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ട്രിക്കുമായിട്ടാണ്. ഞാൻ ആ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇന്ന് പുതിയൊരു സംഭവം. അതായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഷിസേഡോയുടെ ഒരു ക്രീമി ലിപ്സ്റ്റിക് ആണ്. പിന്നെ വന്നിട്ട് ഞാൻ അന്ന് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഐബ്രോ പെൻസിലാണ് ഞാൻ ലൈനറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് യൂസ് ചെയ്ത് അതിൽ ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഞാൻ ഈ ക്രീമി ഇത് ഞാൻ ഉപയോഗിക്കാൻ പോകാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് വരയ്ക്കുവാണേ. നമ്മുടെ ഔട്ട്ലൈന് ഇത് 2 രീതിക്ക് ചെയ്യാം. അതായത് ഒന്നുകിൽ എന്റെ ഈ ഒരു ഔട്ട്ലൈൻ തുമ്പിൽ കാണുന്നുണ്ടല്ലോ, അതിന് അകത്ത് നിന്ന് വരയ്ക്കാം. ഇല്ലേ എക്സ്ട്രാ ഓവറായിട്ട് നമുക്ക് ഒരു ഇത് വേണമെങ്കിൽ ഈ ലൈനിന് മേളിലും വരയ്ക്കാം. ഇല്ലെങ്കിൽ ഈ ലൈനിനെ തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് ചെയ്യാം. അപ്പൊ 3 തരത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അത് നമ്മുടെ ഇഷ്ടം. താഴെ ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് താഴത്തെ ലിപ്സിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. അപ്പൊ അത് കുറച്ചുകൂടെ നമുക്ക് ഡെഫിനിഷൻ കിട്ടാൻ നല്ലതാണ്. ഇങ്ങനെയാണ് വരയ്ക്കുമ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഇതിൽ ശകലം കൺസീലർ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അൺഈവനായിട്ട് നമുക്ക് ലൈൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൺസീലർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഔട്ട്ലൈൻ കറക്റ്റ് ആയിട്ടില്ലേ? ഇനി അടുത്തതാണ് ലിപ്സ്റ്റിക്കിന്റെ പാർട്ട്. ഇത് വന്ന് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ ക്രീംസ് ആയിട്ട് കുറച്ചുകൂടെ നല്ലത്. മാറ്റ് ഫിനിഷ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകുമ്പോൾ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഇതൊരു ക്രീം ബേസ് ആണ്. ഇത് സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ക്ലയൻസിന്റെ അടുത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഹൈജീൻ എന്ന് പറയുന്നത് ബ്രഷ് ഉപയോഗിച്ച് മാത്രമേ ആ ആപ്ലിക്കേഷൻ പാടുള്ളൂ. അപ്പൊ ഞാനിതിപ്പോ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഞാനതൊന്ന് എന്റെ 2 ചുണ്ടുകൾ കൊണ്ട് തന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ഇപ്പൊ കണ്ടില്ലേ, കുറച്ചൊരു ബ്രൗണിഷ് 2 ഭാഗത്തും കാണുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതുപോലും പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു റൗണ്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടില്ലേ. ഇനി കളർ നമുക്ക് ഇച്ചിരി കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് സെയിം അതേ നമ്മുടെ ചുണ്ടുകൾ കൊണ്ട് തന്നെയുള്ള ഒരു ബ്ലെൻഡിങ്. കണ്ടോ, ഔട്ടർ വന്നിട്ട് ഒരു കോണ്ടോറിങ് പോലെ ആയിട്ടുണ്ട് അല്ലെ. ഒരു കോണ്ടോറിങ് ഒരു ചെറിയ ഒരു ഡെഫിനിഷനും അതിന് വരുന്നുണ്ട്. എന്നിട്ട് അകത്ത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള കളർ വരുന്നത്. ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ഓക്കെ.